എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു, ഓർഡറുകൾ സ്വീകരിക്കുന്നു, എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. ടാർ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടായ വൻ വർധനവ് മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ ടാറിംഗ് അനിശ്ചിതത്വത്തിലായി. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ടാറിംഗ് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് കാരണം യാത്രക്കാർ പ്രതിസന്ധിയിലാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവിലയിലും ടാർ ഉൽപ്പന്നങ്ങളുടെ വിലയിലുമുണ്ടായ വലിയ തോതിലുള്ള വർധനവ് മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ ടാറിംഗ് ഉൾപ്പെടെ പ്രതിസന്ധിയിലായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിച്ചതോടെ ഇന്ധനം ഉൾപ്പെടെയുള്ളവയ്ക്കും ടാറിംഗ് മെറ്റീരിയലുകൾക്കും വലിയ തോതിലാണ് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 2 തവണയാണ് ഇന്ധനവിലയിൽ വർധനവുണ്ടായത്. ടാറിംഗ് ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം തന്നെ ഇരട്ടിയിലധികം വിലയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ടാറിംഗ് ഉൽപ്പന്നങ്ങൾ കിട്ടാത്തതും തൊഴിലാളികൾ വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് മടങ്ങിയതും ടാറിംഗ് പ്രവൃത്തികളെല്ലാം തന്നെ മുടങ്ങി. എല്ലാം കഴിഞ്ഞ് തൊഴിലാളികൾ തിരിച്ചെത്തിയെങ്കിലും ടാറിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ദൗർലഭ്യം ഉണ്ടായിരിക്കുകയാണ്. വൻതോതിൽ വില വർദ്ധിച്ചതോടെ സാധനങ്ങൾ ലഭ്യമായി തുടങ്ങിയെങ്കിലും കരാറുകാർക്ക് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം റോഡ് പ്രവൃത്തി നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മുടങ്ങിയതോടെ മലയോര ഹൈവേയിലെ യാത്രക്കാരും ടൗണുകളിലെ കച്ചവടക്കാരും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ്. 2026-27 അധ്യയന വർഷം ആരംഭിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്കൂളുകൾ തുറക്കുന്നതോടെ വലിയ തോതിലുള്ള വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും സംഭവിക്കും. മഴ ശക്തമാവുകയും ചെയ്യുന്നതോടെ ടാറിംഗ് ഉൾപ്പെടെയുള്ള റോഡ് പ്രവൃത്തികൾ വലിയ പ്രതിസന്ധിയിലാവും. ടാറിംഗ് കിട്ടാത്തത് മാത്രമല്ല, ചോക്കാടാങ്ങാടി പോലുള്ള പ്രദേശത്ത് GSB നിരത്തുന്ന പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയതിനു ശേഷം പൈപ്പുകൾ കൂടി സ്ഥാപിക്കണം. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് GSB നിരത്തി റോഡ് പ്രവൃത്തി തുടങ്ങുക. ഇത് വൈകുന്ന വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകും. റോഡ് പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ ചെറിയൊരു മഴ പെയ്താൽ തന്നെ ചോക്കാടാങ്ങാടിയും കാളികാവ് ജംഗ്ഷനും വെള്ളക്കെട്ടും യാത്രാ ദുരിതവും ഇരട്ടിയാണ്. ടാർ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്ധനവിലയിലുണ്ടായ വർധനയും കരാറുകാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് വേണ്ടി വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചതോടെ എല്ലാ മേഖലയും ഉണ്ടായ പ്രതിസന്ധി റോഡ് പ്രവൃത്തികളും വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ സ്ഥാനമേൽക്കുന്നത് വൈകിയതും വകുപ്പുകളുടെ വിഭജനം വൈകുന്നതും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും വൈകുന്നു. ഇതും പദ്ധതി പ്രവർത്തനങ്ങളെയെല്ലാം പ്രതിസന്ധിയിലാക്കാനിടയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.